ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ സംഘടിപ്പിച്ച പാറ്റ പ്രവർത്തകർ സംഘടിപ്പിച്ച പ്രക്ഷോഭത്തിൽ 12 വയസ്സുള്ള കുട്ടിയെ പങ്കാളിയാക്കിയ സംഭവത്തിൽ സംഘാടകരായ CJP നേതാക്കൾക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്ന ആവശ്യവുമായി അഭിഭാഷക ഒരു പരാതിയുമായി എത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് റിംഗിത് ചാറ്റർജി സിംഗ് സമർപ്പിച്ച പരാതിയിലാണ് CJP നേതാക്കളായ അഭിജിത് ദീപ് കെ, സൗരവ് ദാസ് എന്നിവർക്കും മറ്റ് സംഘടകർക്കുമെതിരെ അടിയന്തരമായി 0 FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷക രംഗത്ത് വന്നത്. കുട്ടികൾക്കെതിരായ ലൈംഗിക അധിക്ഷേപ തടയൽ നിയമത്തിലെ, അതായത് പോക്സോ നിയമത്തിലെ 13, 14, 15 വകുപ്പുകൾക്ക് പുറമെ ഭാരതീയ ന്യായ സംഹിതയിലെ BNS 153 വകുപ്പ് പ്രകാരം വഞ്ചനയ്ക്കും കലാപശ്രമത്തിനും അന്വേഷണം വേണമെന്നാണ് പരാതിയിൽ പ്രധാനപ്പെട്ട ആവശ്യം. കഴിഞ്ഞ ജൂലൈ 20 നടന്ന പ്രതിഷേധത്തിനിടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടാവുകയും തുടർന്ന് ലാത്തി ചാർജ് നടത്തുകയും ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണിയും ആക്രമണ സാധ്യതയുമുള്ള ഒരു സമര വേദിയിലേക്ക് പ്രത്യേക സംരക്ഷണവും പരിചരണവും അർഹിക്കുന്ന 12 വയസ്സുള്ള പെൺകുട്ടിയെ ആര് എന്തിനു കൊണ്ടുവന്നുവെന്ന് പരാതിക്കാരി ചോദ്യം ചെയ്തു. പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉയർന്നതായും എന്നാൽ യുവാക്കളുടെ ഭാവി മുൻനിർത്തി പ്രധാനമന്ത്രി അവരോട് ക്ഷമിച്ചതായി പ്രഖ്യാപിച്ചിട്ടും 12 വയസ്സുകാരിക്ക് ലാത്തി ചാർജിൽ പരിക്കേറ്റെന്ന് കാട്ടി CJP സംഘാടകർ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് വീഡിയോ പുറത്തുവിട്ടതിനെ പരാതിക്കാരി രൂക്ഷമായി വിമർശിച്ചു. കുട്ടികളെ രാഷ്ട്രീയ സമരവേദികളിൽ പരിചയമായി ഉപയോഗിച്ച് അപകടത്തിലാക്കിയ സംഘാടകർക്കെതിരെ നിയമ നടപടി വേണമെന്നതിനോടൊപ്പം തന്നെ ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. രാജ്യവിരുദ്ധ ശക്തികളും ഇടനിലക്കാരും സാമ്പത്തിക സഹായം നൽകുന്ന ഡീപ് സ്റ്റേറ്റ് ശൃംഖലയാണോ ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തണമെന്നാണ് പോലീസിന് നൽകിയ അപേക്ഷയിലെ വാദം. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ മറവിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ദുരുപയോഗം ചെയ്തുവെന്ന ഗുരുതര ആരോപണം ഉയർന്നതോടെ വിഷയം വലിയ നിയമ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. CJP ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടത്തിയ ആ ഒരു പ്രക്ഷോഭം അത് വലിയ രീതിയിലുള്ള ഒരു കലാപത്തിന് അല്ലെങ്കിൽ ഒരു സമരത്തിനാണ് വഴിവെച്ചത്. ജൂലൈ 20 പാർലമെന്റിലേക്ക് ഇരച്ചു കയറാനായി നിന്ന CJP പ്രവർത്തകരെ ഒരു വിധേന പോലീസ് ലാത്തിയും ഉപയോഗിച്ചും ജലപീരങ്കിയും പ്രയോഗിച്ചും കണ്ണീർവാതകവും ഒക്കെ പ്രയോഗിച്ചുകൊണ്ട് അവരെ പിന്തിരിപ്പിച്ചത്. അവിടെ പലതരത്തിലുമുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു പദ്ധതി ഇട്ടിരുന്നു. ഈ ഇടയ്ക്കാണ് 2 ദിവസത്തിന് മുമ്പാണ് പഞ്ചാബ് പോലീസ് ഒരു 2 അംഗ സംഘത്തിനെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്തതിൽ അവരവിടെ പെട്രോൾ ബോംബ് എറിഞ്ഞ് ഒരു വലിയ രീതിയിലുള്ള ഒരു ഭീകരാക്രമണം നടത്താൻ പദ്ധതി ഇട്ടിരുന്നു. അത് ജെയ്ഷെ മുഹമ്മദ് ആണ് ഇതിന്റെ പിന്നിൽ നിന്നും പ്രവർത്തിച്ചത്. ഡൽഹിയിൽ ഒരു ഭീകരാക്രമണം നടത്താനായിട്ട് ഒരു പദ്ധതി ഇട്ടിരുന്നു എന്നൊക്കെയാണ് പഞ്ചാബ് പോലീസിന് ലഭിച്ച വിവരങ്ങൾ. കൂടാതെ ഈ ഫേസ് റെക്കഗ്നൈസേഷൻ ആപ്പ് ഡൽഹിയിൽ ഈ CJP സമരത്തിന് മുമ്പാകെ വച്ചതോടുകൂടി അവിടെ ആയിരക്കണക്കിന് കുറ്റവാളികൾ, കൊടും കുറ്റവാളികൾ അടക്കമുള്ളവർ, പിടിച്ചുപറിക്കാർ അടക്കമുള്ളവർ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർ അടക്കമുള്ളവർ, അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെ ഫേസ് ആ ക്യാമറയിൽ അല്ലെങ്കിൽ ആ ആപ്പിൽ പതിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെല്ലാം പോലീസിന്റെ കൺട്രോൾ റൂമിൽ അവരത് ഡീകോഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം, അതായത് ഡൽഹിയിൽ ഒരു കലാപമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് ഡൽഹിയെ മൊത്തത്തിൽ ഒന്ന് തകർക്കുക എന്നുള്ള ഒരു നീക്കമായിരുന്നു ഈ പാറ്റ പ്രവർത്തകരും അതോടൊപ്പം തന്നെ അതിന്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയവരുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ഇതിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു പിന്തുണ ഈ കലാപത്തിലേക്ക് ഉണ്ടാകാനായിട്ട് ഇന്ത്യയുടെ അകത്ത് നിന്നുള്ള കുറച്ച് ആളുകൾക്ക് അതിനുള്ള ഒരു സഹായം അല്ലെങ്കിൽ അതിനുള്ള ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു രഹസ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ അടക്കം രാജിവെക്കുന്ന ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതിൽ കൊച്ചുകുട്ടികളെ അടക്കം കൊണ്ടുവന്നിട്ട് ഈ സമരത്തിന്റെ ഒരു പരിചയമായി ഉപയോഗിക്കാനായിട്ട് ഈ CJP പ്രവർത്തകർ ഒരു ശ്രമിച്ചു എന്നാണ് അഭിഭാഷക പറയുന്നത്. കൂടാതെ അഭിജിത് ദീപ് കെ അമേരിക്കയിലാണ്, അമേരിക്കൻ സിറ്റിസൺ ആണ് അഭിജിത് ദീപ് കെ. അപ്പോൾ ഇത് വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ താഴെ ഇറക്കാൻ അമേരിക്കയിൽ നിന്നുള്ള ജോസോറസ് അടക്കമുള്ളവർ ഒരു നീക്കം നടത്തുന്നുണ്ട്. ജോസോറസിന്റെ NGO അടക്കം ഒരു നീക്കം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ NGO വഴി പാറ്റ പ്രവർത്തകർക്ക് ഡൽഹിയിൽ സമരം നടത്താനായിട്ട്, അതായത് 1 മാസത്തോളമായി സമരം നടത്താനായിട്ട് അവർക്ക് ഫണ്ട് ലഭിച്ചിട്ടുണ്ടോ, അഭിജിത് ദീപ് കെക്ക് ഫണ്ട് ലഭിച്ചിട്ടുണ്ടോ, ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് അഭിജിത് ദീപ് കെ ഡൽഹിയിലേക്ക് എത്തിയതും മോദി സർക്കാരിന് നേരെ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം തന്നെ അടിച്ചുവിട്ടത് എന്നടക്കം കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ഈ അഭിഭാഷക ഇപ്പോൾ ഡൽഹി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ CJPയുടെ പിന്നാമ്പുറത്ത് ആരൊക്കെയാണ് പ്രവർത്തിച്ചത്, ഇവർക്ക് എവിടെ നിന്നൊക്കെ ഫണ്ടുകൾ കിട്ടി എന്നടക്കമുള്ള ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഡൽഹി പോലീസ് നടത്തുന്നുണ്ട്.